അയ്യോ സാറ് എവിടെ പോയാവോ? എന്നാലും പൊന്ന് സാറേ, ഇത് കുറെ കടുപ്പായി പോയി. ഈ കൊടും തണുപ്പത്ത് ഇവിടെ ഒന്ന് കിടന്നല്ലോ. സാറേ 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 എങ്ങനെയുണ്ട് ഡോക്ടർ? നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ആരെങ്കിലും എന്റെ കൂടെ വന്നാൽ കുറച്ച് ടാബ്ലറ്റ്സ് തന്നേക്കാം. അച്ഛാ, എങ്കിൽ ഞാനിവിടെ പോയിട്ട് ആ ഡ്രൈവറെ മരുന്ന് കൊടുത്തയക്കാം. എനിക്ക് ആ ഉത്സവ കമ്മിറ്റിക്കാരെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. അവർ കാത്തിരിക്കും. എന്നാ നീ പോയിട്ട് വാ. വരൂ ഡോക്ടർ. വരട്ടെ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇപ്പോഴും ബോധം വീണിട്ടില്ലല്ലോ. അത് സാരമില്ല. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടുള്ളൊരു മയക്കമാണ്. അത് മാറിക്കൊള്ളൂ. പിന്നെ ഉണർന്നു കഴിയുമ്പോ ആഹാരം ഒന്നും കൊടുക്കണ്ട. വല്ല പാല് ഒറ്റ കൊടുത്താൽ മതി. ഞാൻ വരട്ടെ. എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ചെന്ന് നോക്കുമ്പോഴേ പുറത്ത് അലച്ചേട്ടി കിടക്കുകയല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന്. സാധാരണക്കാരും ഇവിടെ പുറത്ത് നിന്ന് ഉറങ്ങാറില്ലല്ലോ. പിന്നെ എഴുത്തുകാരും സിനിമാ സംവിധായകരും എന്നൊക്കെ പറയുമ്പോ ഒരുമാതിരി വട്ടുകേസാണല്ലോ. പിന്നെ ഞാൻ ഓർത്ത് വല്ല മൂടോ മറ്റോ വരാൻ വേണ്ടി പുറത്ത് നിന്ന് കിടക്കുകയാണെന്ന്. കുഞ്ഞേതേ, ഞാൻ ചെന്ന് തൊട്ടു നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, തീ പോലെ പൊള്ളുന്നു. ഷോ, ഒരു കാറ്റ് ദേ ഇതിലേ വന്നിട്ട് എന്റെ ദേ ഇതിലേ അങ്ങ് പോയി. അഞ്ചരക്കട്ടയ്ക്ക് നീലാംബരി വേണം വെള്ളി വീഴുമല്ലോ. അപ്പുണ്ടാവുന്ന ഒരു അതുപോലെ ഒരു ഇതിലേ. പഞ്ചസാര എവിടെ വെച്ചിരിക്കുന്നത്? പഞ്ചസാര എന്നാ ഇത് ഉപ്പാ. പഞ്ചസാര എവിടെ? ഉപ്പാണല്ലേ? അപ്പൊ പഞ്ചസാര അലമാരി കാണും. പഞ്ചസാര നീല